റാന്നി നഗരത്തിൽ പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. MLA അടക്കമുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ട് ഈ ക്ലീനിങ് നടത്തുക, അല്ലെങ്കിൽ പകർച്ചവ്യാധി പകർന്ന് റാന്നിക്ക് ഇനി രണ്ടാമത്തെ ദുരന്തം അതായിരിക്കും. ആദ്യം ക്ലീനിങ്, ഈ പട്ടണം ആദ്യം ക്ലീൻ ചെയ്യുക. അതിനുശേഷം കിണറുകളുണ്ട്, ആൾക്കാരുടെ വീടുകളുണ്ട്, അത് ശുചീകരിക്കണം. അതെല്ലാം ഞങ്ങൾ ചെയ്യും. എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ്. ഇതിന് രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ ദയവായിട്ട് എല്ലാവരും സഹകരിക്കണം. നമുക്ക് 5, 10, 20 ദിവസത്തേക്ക് നീട്ടാൻ പറ്റത്തില്ല. നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പൂർത്തിയാക്കണം. ക്യാമ്പുകളൊക്കെ വളരെ സജീവമാണ്. ഇന്ന് ഒരുപക്ഷെ അവരിലൊട്ടുമിക്ക ആൾക്കാർ അവരുടെ വീടുകളിലേക്ക് പോയി. കാരണം വീടാണല്ലോ പ്രധാനം. അവിടെ പോയി നോക്കാൻ പോകുമായിരിക്കും. ക്യാമ്പുകളിൽ തുടർന്നിടത്തോളം കാലം ക്യാമ്പിലുള്ള എല്ലാവർക്കും എല്ലാവിധമായ സഹായം കൊടുക്കും. നമസ്കാരം. ഇന്നലെ രാത്രി 8:30യോടെയാണ് റാന്നി ടൗണിൽ നിന്നും വെള്ളം ഇറങ്ങിയത്. ഇപ്പോൾ റാന്നി നഗരത്തിൽ പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. MLA അടക്കമുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കടകമ്പോളങ്ങളിലെല്ലാം വെള്ളം കയറുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ MLA പഴകുളം മധു അദ്ദേഹം ശുചീകരണ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാറേ, രാവിലെ എത്തിയോ? രാവിലെ വന്നു. ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ട് ഈ ക്ലീനിങ് നടത്തുക, അല്ലെങ്കിൽ പകർച്ചവ്യാധി പകർന്ന് റാന്നിക്ക് ഇനി രണ്ടാമത്തെ ദുരന്തം അതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് ഉള്ളവരെയും കൂട്ടിയിട്ട് ഇപ്പം ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വന്നുകൊണ്ടിരിക്കും. അറിഞ്ഞു കേൾക്കുന്നവരെല്ലാം വരും. ആദ്യം ബസ് സ്റ്റാൻഡിൽ ഇനി ഒരു മഴ പെയ്ത് ഇത് വീണ്ടും ഇവിടെ കിടന്നാൽ കോഴി വേസ്റ്റ് വരെ ഉണ്ട്. കോഴി കടയിലേക്ക് വെള്ളം കയറി കോഴി മൊത്തം നശിച്ചുപോയ സംഭവം. അതുൾപ്പെടെയുള്ള എല്ലാം, അല്ലെങ്കിൽ വലിയ ദുരന്തം ഇവിടെ ഉണ്ടാവും, വീണ്ടും ഉണ്ടാവും. ഒന്നാമത് ഈ മൺസൂൺ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്ലീനിങ്, ഈ പട്ടണം ആദ്യം ക്ലീൻ ചെയ്യുക. അതിനുശേഷം കിണറുകളുണ്ട്, ആൾക്കാരുടെ വീടുകളുണ്ട്, അത് ശുചീകരിക്കണം. അതെല്ലാം ഞങ്ങൾ ചെയ്യും. എല്ലാ ആൾക്കാരും സഹകരിപ്പിക്കും. ആരൊക്കെ സഹകരണത്തിന് വരുന്നുണ്ട് അവരെല്ലാം സഹകരിപ്പിക്കും. എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ്. ഇതിന് രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ ദയവായിട്ട് എല്ലാവരും സഹകരിക്കണം. നമുക്ക് 5, 10, 20 ദിവസത്തേക്ക് നീട്ടാൻ പറ്റത്തില്ല. നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പൂർത്തിയാക്കണം. ഈ വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിപാടിക്കാണെന്ന് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. 2018 ഇതിൻ്റെ 10 ഇരട്ടി വലിയ ദുരന്തം ഉണ്ടായി. ഒരു പൈസ ആർക്കും കൊടുത്തില്ല. അന്ന് പുതിയ സാധനങ്ങൾ ഇവിടെ വാങ്ങി വെച്ചിരുന്നു. പ്രൈസ് സ്റ്റിക്കർ പോലും ഒട്ടിക്കാത്ത സാധനങ്ങളായിരുന്നു. അതിൻ്റെ വരെ GST കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യന്മാരായ വ്യാപാരികളാണ് റാന്നിയിലെ വ്യാപാരികൾ. അപ്പോൾ അവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരുന്ന പോലും ഇല്ല. വ്യാപാരികൾ ഇതെന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. ഓണക്കാലത്തേക്ക് വേണ്ടി വാങ്ങി സൂക്ഷിച്ചിരുന്ന എല്ലാ സാധനങ്ങളും പോയില്ലേ. പലരും ഇവിടെ വന്നില്ല. ഞങ്ങളാണ് പല കടകളും തുറന്ന് ഫയർഫോഴ്സിന് സഹായത്തോടെ തുറന്ന് സാധനങ്ങൾ മേളിലെത്തി ഞങ്ങളാണ്. ക്യാമ്പുകളൊക്കെ വളരെ സജീവമാണ്. ഇന്ന് ഒരുപക്ഷെ അവരിലൊട്ടുമിക്ക ആൾക്കാർ അവരുടെ വീടുകളിലേക്ക് പോയി. കാരണം വീടാണല്ലോ പ്രധാനം. അവിടെ പോയി നോക്കാൻ പോകുമായിരിക്കും. ക്യാമ്പുകളിൽ തുടർന്നിടത്തോളം കാലം ക്യാമ്പിലുള്ള എല്ലാവർക്കും എല്ലാവിധമായ സഹായം കൊടുക്കും. ഇന്നലെ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഫുഡും മരുന്നും എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും മരുന്നും വസ്ത്രവും ഫുഡും കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു ലോഭം അതിനകത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അതുപോലെ നമ്മുടെ ജില്ലാ എല്ലാവരും പറഞ്ഞു, എല്ലാ മന്ത്രിമാരും പറഞ്ഞു എന്തുകൊണ്ട് ചിലവഴിക്കാൻ പറഞ്ഞു. തഹസിൽദാർമാർക്ക് ആദ്യ ഗഡു എന്നുള്ള നിലയിൽ പണം അനുവദിച്ചിട്ടുണ്ട്. ഇനിയും പണം കൊടുക്കും. പണം ഒരു പ്രശ്നമല്ല. എല്ലാവരുടെ സഹകരണം കൂടി നമുക്കിത് പൂർത്തീകരിക്കണം. അത്രേ ഉള്ളൂ.